ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു മറുകുള്ള കല്ലായി കുഞ്ഞിൻ്റെ ക്ലീനിങ് ആണ്. പക്ഷേ ഇത് ഞാൻ വെട്ടുന്ന രീതിയിലല്ല ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ചെതുമ്പലൊക്കെ ഇവൻ്റെ കളഞ്ഞെടുത്തു. ചെതുമ്പലും അതിൻ്റെ വാലും ചിറവും ഒക്കെ കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഇവനെ പിളന്ന് നമ്മുടെ ഉണക്കമീനൊക്കെ ഇരിക്കത്തില്ലേ അതുപോലെ വെച്ച് പൊരിച്ചെടുത്താലോ എന്ന്. അപ്പോൾ ഇവൻ്റെ കൂട്ടത്തിൽ പേരറിയാത്തൊരു കിളിമീനും ഉണ്ടായിരുന്നല്ലോ. കിളിമീനല്ല, പേരറിയാത്ത കിളിമീനെ പോലെ ഇരിക്കുന്നൊരു മീൻ. അവൻ്റെ തൊലി ഉരിക്കേണ്ടി വന്നു. പക്ഷേ അവൻ്റെ തൊലി ഉരിച്ചെങ്കിലും ഇവൻ്റെ തൊലി ഉരിച്ചില്ല. ഞങ്ങളിങ്ങനെ ചെതുമ്പൽ ഇളക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ചെതുമ്പൽ ഇളക്കി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് ഇവനെ ഒന്ന് കീറിയെടുത്താലെന്ന്. അപ്പം ഞാൻ കീറാൻ നോക്കിയിട്ട് എനിക്കത്ര പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞു ഇതിൻ്റെ നടുവേ ഒന്ന് കീറി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തല ഉൾപ്പെടെ അവനെ നടുവേ കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വിനെഗറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ മസാല പുരട്ടാൻ എടുത്തത്. പിന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം ഇവനെ നെടുക കീറി കഴിഞ്ഞ ശേഷം മാത്രമേ ഇവൻ്റെ വാല് വെട്ടാവൂ, അല്ലെങ്കിൽ നമുക്കത് കീറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ കീറി എടുത്ത ശേഷം ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത്. പിന്നാണ് കേട്ടോ ഇവൻ്റെ തലയുടെ ആ ചെകിള ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞത്. തല മുറിച്ചില്ല, ചെകിള ഭാഗവും ആ വേസ്റ്റും എല്ലാം കൂടെ മുറിച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇവനെ ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 മീനെ അങ്ങനെ കല്ലായി മീനെ അങ്ങനെ എടുത്തു. പിന്നെ തൊലി ഉരിക്കാവുന്ന ആ ഒരു കിളിമീൻ്റെ സൈസിലുള്ള മീനെ അങ്ങനെ തൊലി ഉരിച്ചു എടുത്തു. നമ്മൾ ഒത്തിരി മസാല ഒന്നും തേക്കേണ്ട കാര്യമില്ല. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചെറുതായിട്ട് കുറച്ച് കുരുമുളകും കൂടാണ് ഇട്ടേക്കുന്നത്. അത് മാത്രമേ എടുത്തുള്ളൂ. സാധാരണ മുളക് പൊടി പോലും വേണ്ടെന്നാണ് പറയുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും ഉപയോഗിച്ച് മീനെ പൊരിക്കണമെന്നാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാവുന്നവർ അങ്ങനെ കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് മുളക് പൊടി കളർ ഇച്ചിരി ആവശ്യമായതുകൊണ്ട് നമ്മൾ പൊരിച്ച് ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് മസാല തേച്ച് വരുന്നത്. നല്ല മുള്ളാണ് കേട്ടോ. കൈയൊക്കെ മസാലയൊക്കെ പറ്റുമ്പോൾ നല്ല സൂക്ഷിച്ച് മസാലയൊക്കെ പറ്റണം. അവിടെ ഇവിടെയൊക്കെ കയ്യിലെ മുള്ളു കൊണ്ട് കയറാനും കൂടെ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവനെ നടുവേ കീറുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ വലിയ മുള്ളുകളും എടുത്ത് കളയണം. പക്ഷെ ഞങ്ങൾ അത് എടുത്ത് കളഞ്ഞില്ല. ചിലപ്പോൾ ഇവനെ ഉടഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആ വലിയ മുള്ളൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തൊലി ഉരിച്ച് മീനെ എടുത്ത് ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നു കേട്ടോ. എന്നാ മണമായിരുന്നറിയാവും. അപ്പോൾ ആദ്യം അവനെ തന്നെ എടുത്ത് ഞങ്ങൾ ചോറൊക്കെ ഉണ്ണുന്നതിന് മുന്നേ എടുത്ത് അകത്താക്കി. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കല്ലായി ഇട്ടു. അതിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവൻ്റെ ആ ലുക്കൊക്കെ കണ്ടില്ലേ, എന്താ രസമല്ലേ, ഉണക്കമീൻ കീറി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പൊരിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കണം. ഞാനിത് വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൊരു രീതിയാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ കീറിയെടുത്ത് പൊരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.